പാതിവില തട്ടിപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെ പരാതി ഉയർന്നിട്ടും അന്വേഷിക്കാതെ പോലീസ്. പരാതിക്കാരിൽ ബഹുഭൂരിപക്ഷവും ജനതാദളിന്റെ ആളുകളാണ്. സംഭവത്തിൽ മന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമുള്ളതിനാൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും ഈ പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ജനം TV-യാണ് പുറത്തുവിടുന്നത്. പക്ഷേ ഇതിന്മേൽ ഒരു തുടർ നടപടിയും പോലീസ് സ്വീകരിക്കുന്നതായി കണ്ടിട്ടില്ല. ഇതിൽ ഇരയാക്കപ്പെട്ടവരാകട്ടെ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം വഹിച്ചവരാകട്ടെ അവരെല്ലാം ജനതാദൾ അംഗങ്ങളാണ് എന്നുള്ളത് കൂടിയാണ്. പക്ഷേ വളരെ വിദഗ്ധമായി തന്നെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചെന്നുള്ള ഭാഗം മാത്രം മാറ്റിക്കൊണ്ടാണ് ഈ പരാതി നിലവിൽ നിലനിൽക്കുന്നത്. പോലീസ് അന്വേഷണം തുടരുന്നത്. അല്ലാതെ ഇതിനാരാണ് നേതൃത്വം വഹിച്ചത് എന്ന് പറയുന്നില്ല. കാരണം നമുക്കടക്കം വീട്ടമ്മമാർ പരാതി നൽകിയപ്പോൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണ് തങ്ങളിത് പൂർണ്ണമായും വിശ്വസിച്ചത് എന്നായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു തുടർ നടപടിയും നിയമപരമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ദിവസമാണ് നമ്മൾ ജനം TV ഈ പാതിവില തട്ടിപ്പിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത്. എന്തായാലും ജനതാദൾ പാർട്ടിയുടെ നേതാവും പഞ്ചായത്ത് അംഗവുമായ പ്രീതി രാജനാണ് സർക്കാർ പദ്ധതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളെ ഈ പദ്ധതിയിൽ ചേർത്തത് എന്നുള്ളതായിരുന്നു പരാതിക്കാർ പറഞ്ഞത്. മാത്രമല്ല മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയത് എന്നും പരാതിക്കാർ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ സംഭവത്തിൽ നിരവധി ആളുകളുടെ പരാതി ലഭിച്ചിട്ടും ചിറ്റൂർ പോലീസ് ഇതുവരെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവൃത്തികളെ കുറിച്ചോ തട്ടിപ്പിൽ ജനതാദൾ നേതാക്കളുടെ പങ്കിനെ കുറിച്ചോ ഒന്നും യാതൊരു അന്വേഷണവും ഇതുവരെ നടത്തിയിട്ടില്ല. മാത്രമല്ല മന്ത്രി കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഓഫീസിന് യാതൊരു ബന്ധവുമില്ല, മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ താൻ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം സ്വയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നുൾപ്പെടെയാണ് പറയുന്നത്. എന്നാൽ ഈ കേസിൽ മന്ത്രി തന്നെ ആരോപണ വിധേയനായ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ തട്ടിപ്പിൽ ജനതാദൾ നേതാക്കൾക്കും മന്ത്രിക്കും പങ്കുണ്ടെന്ന് BJP-യും കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.